നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് പോകാം എന്ന് പറയുന്നത് അപമാനിക്കൽ ആവില്ലല്ലോ. അവരെ പ്രോത്സാഹിപ്പിക്കലും അവരെ ബഹുമാനിക്കലും ആവുള്ളൂ. കർശനമായി ഉത്തരവാണ് പങ്കെടുക്കുന്നത്. അതെല്ലാം അത് വ്യാഖ്യാനിക്കുന്നതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷം, അതായത് മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് ഇറങ്ങി മർദ്ദിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വികലാംഗനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുന്ന സാഹചര്യം. ആകെ സംഘർഷം വരുന്നതാണ് സംസ്ഥാനം. അല്ല, നിങ്ങൾ കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി വേണ്ടേ, പ്രൊട്ടക്ഷൻ വേണ്ടേ? ഇവിടെ ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയല്ലേ, കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരും വടിയും മറ്റ് ആയുധങ്ങളെന്ന് പറഞ്ഞിട്ടില്ല, മറ്റേ വടിയെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ രംഗത്തിറങ്ങും എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ കേരളത്തിലൊരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്യുകയാണല്ലോ. അതിനെപ്പറ്റി നിങ്ങളൊന്നും ചോദിക്കുന്നില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി ആവശ്യമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് പ്രോട്ടോകോൾ പ്രകാരമുള്ള സെക്യൂരിറ്റി ഉണ്ടാവും. അത് സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഗവൺമെൻറ്റെയും അതുപോലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടൊന്നും കാര്യമില്ല. സർക്കുലറൊന്നും ഞാൻ കണ്ടിട്ടില്ല. സർക്കുലർ അങ്ങനെ പത്രങ്ങളിൽ വരികയും ഇങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നിർബന്ധപൂർവ്വം വരണമെന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ കാസർഗോഡും തിരിച്ച് പത്തനംതിട്ട വരെ എത്തിയിരിക്കണില്ലേ. ഇപ്പോൾ ഇന്നലെ തിരുവല്ലയിൽ നിങ്ങളുണ്ടായിരുന്നല്ലോ. ഒരു 20,000-ഓളം ആൾക്കാരല്ലേ പങ്കെടുത്തിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു നവകേരള സദസ്സിൽ ഇനിയും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നതിന് വേണ്ടി സർക്കുലർ അയക്കേണ്ട കാര്യം തോന്നുന്നു. ഇതിലെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ വിടുന്ന കഥകളായിട്ട് മാത്രമേ കാണേണ്ട കാര്യം. സർക്കുലറിൻ്റെ പകർപ്പ് എങ്ങനെ നിർബന്ധപൂർവ്വം പങ്കെടുക്കണമെന്നുള്ളതാണ്. പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ പങ്കെടുക്കാൻ പാടുണ്ടോ എന്നുള്ള സംശയമുള്ളവർക്ക് ആ സംശയം തീർത്തു കൊടുത്തതായിരിക്കും. അതല്ല, അവർ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് സംശയമുള്ളവർക്ക് സംശയം തീർത്തു കൊടുത്തതായിരിക്കും. അറിയുമോ? അത്രയേ ഉള്ളൂ.